ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മത്സരാർത്ഥിയാണ് അഭിഷേക്. അദ്ദേഹം ഒരു ഗേ ആണെന്ന് ബിഗ് ബോസ് വെളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അദ്ദേഹം വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്ന വിഷയം അതൊന്നുമല്ല. ഞാനിപ്പം അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ചില ആളുകൾ ചിലപ്പോൾ വീഡിയോ കാണാൻ വരുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വെളിയിറങ്ങിയതിന് ശേഷം ഇപ്പം പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ബിഗ് ബോസിലെ താരങ്ങൾ അത് 2-3 പേര് സാലറി വാങ്ങാതെയാണ് അവിടെ നിൽക്കുക എന്ന്. നമുക്കറിയാമല്ലോ, ബിഗ് ബോസിൽ ഇപ്പം ഒരാൾക്ക് അവിടെ നിൽക്കുന്നപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഇത്ര രൂപ പൈസ വെച്ചിട്ടാണ് അവിടെ നിർത്തുന്നത്. ഇത്ര രൂപ ശമ്പളത്തിലാണ് അവരവിടെ നിർത്തുന്നത്. അവർ വെറുതെ പോയി അവിടെ പോയി ബിഗ് ബോസിൽ പോയി ഇത് കപ്പടിക്കാൻ മാത്രമല്ല, അവർക്ക് ഓരോ ദിവസം ഓരോരുത്തർക്കും ഓരോ വരുമാനമുണ്ട്. ഒരു ദിവസം ഇത്ര രൂപ വെച്ചുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കുന്ന അത് ഈ ബിഗ് ബോസിൽ നിൽക്കാൻ വേണ്ടി 2-3 പേർക്ക് പൈസ സാലറി ഇല്ലാതെ അവർ അവിടെ വന്ന് നിൽക്കുന്നു. അവർക്ക് ഇച്ചിരി ഫേമസ് ആകാൻ വേണ്ടി മാത്രം അവർ സാലറി വാങ്ങുന്നില്ല എന്നാണ് അഭിഷേക് പറഞ്ഞത്. അഭിഷേക് അതേക്കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് പുറത്തിറങ്ങിയ ശേഷം. ഇതൊന്നും നമുക്കറിയത്തില്ല കാര്യമാണ്. അഭിഷേകിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ഇൻ്റർവ്യൂ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കത് മനസ്സിലാകും. അല്ലാതെ ഇവൻ എന്തുവാടെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളത്തരാന്നും പറഞ്ഞ് കുറേ പേര് വരും. അപ്പം എല്ലാവരും ഒരുപോലെയല്ല. അപ്പം നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുന്നത് നേരാണോ ശരിയാണോ എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടോ. ചീത്ത വിളിക്കണം, ചീത്ത വിളിക്കുക. നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ എന്നെ ചീത്ത വിളിക്കാവൂ. ഓക്കെ. അപ്പം അതിൽ ആരൊക്കെയാണെന്നൊന്നും അവരുടെ പേരൊന്നും ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. അത് ആരൊക്കെയാണെന്നും നമുക്കറിയില്ല. അഭിഷേക് അഭിഷേകിനോട് ഇവർ പറഞ്ഞെന്നാണ് പറഞ്ഞത്. പൈസ ഞങ്ങൾ ശമ്പളത്തിലൊന്നുമല്ല, ഞങ്ങളിവിടെ ഇവർ ഇത് കിട്ടാൻ വേണ്ടി, പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ആരൊക്കെയാണെന്നും ആരുടെ പേരൊന്നും അഭിഷേക് വെളിപ്പെടുത്തിയിട്ടില്ല. അതവർ വെളിപ്പെടുത്തണ്ട എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെളിപ്പെടുത്താത്തതെന്നും നമ്മുടെ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്നും നമുക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടു, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വീഡിയോ ഇറക്കണം. അപ്പം അതിന് ചെയ്താണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ എൻ്റെ ആൻസേഴ്സ്. താങ്ക് യു, ബൈ ബൈ. എല്ലാവരും ലൈക്കും കൂടെ ചെയ്യണേ പ്ലീസ്. നിങ്ങളുടെ ലൈക്കുകളും നിങ്ങളുടെ സപ്പോർട്ടുമാണ് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം. അതുകൊണ്ട് പറയുവാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.